ഞാനിവിടെ ചോദിക്കാൻ ഇന്നുള്ളത് വർക്കല ബീച്ചിലാണ്. വെറ്റക്കട മുതൽ ഇങ്ങി പാവനാശം വരെ നീളുന്ന അതിവിശാലമായൊരു ബീച്ചാണ് വർക്കലയിലുള്ളത്. നമുക്ക് കാണാം, നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത്. ഇതിൽ സ്വദേശീയരുണ്ട്, വിദേശീയരുണ്ട്. സീസൺ സമയങ്ങളാണ് ഇത്തരത്തിൽ വിദേശികൾ കൂടി ഈ പാവനാശത്തേക്ക് എത്തുന്നത്. ഇവിടെ ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ലൈഫ് ഗാർഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളാണ് ഞാനിവിടെ ചോദിക്കാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വർക്കല ബീച്ചിൽ പ്രതിമാസം ശരാശരി 10ലേറെ അപകടങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഇതിൽ തന്നെ നിരവധി മരണങ്ങളും സംഭവിക്കുന്നുണ്ട്. സ്വദേശീയരും വിദേശികളുമായ നിരവധി പേർ ഈ തീരത്ത് മരണപ്പെട്ടിട്ടുണ്ട്. മുന്നറിയിപ്പുകൾ ലംഘിച്ച് കടലിലിറങ്ങുന്നതും ഈ അപകട സൂചനകൾ വകവയ്ക്കാതെ കടലിലിറങ്ങുന്ന ആ രീതികൾ തന്നെയാണ് തീർച്ചയായിട്ടും ഈ അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. ഇവിടെ പണിയെടുക്കുന്ന ലൈഫ് ഗാർഡുകൾ ഇത്തരത്തിൽ ജോലിഭാരം വളരെ കൂടുതലുമാണ്. എന്നാൽ അവർക്ക് അതിനനുസരിച്ചുള്ള വേതനം, അതുപോലെ തന്നെ അവർക്ക് ഈ കടലിൽ ഒരു ജീവൻ രക്ഷിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ, അതിനുള്ള ഉപകരണങ്ങൾ, ഇതൊന്നും തന്നെ സർക്കാരോ ടൂറിസം വകുപ്പോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. എന്തായാലും കൂടുതൽ പരാതികൾ ഇവർക്ക് പറയാനുണ്ട്. നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. പാവനാശം ബീച്ചിലല്ലേ ഇപ്പം ഉള്ളത്? പാവനാശം ബീച്ചിലാണ്. ഇവിടുത്തെ എങ്ങനെയാണ്? ഞാൻ പറയാമെന്ന് പറയുമ്പോഴേ, എൻ്റെ പേര് ശങ്കർ എന്നാണ്. ഞാനിപ്പം ലൈഫ് ഗാർഡിലെ ഏറ്റവും സീനിയർ ലൈഫ് ഗാർഡാണ്. 35 വർഷമായി ഞാൻ സർവീസിൽ കയറിയിട്ട് ഇപ്പം സൂപ്പർവൈസറാണ്. അപ്പം പോയിട്ടാണെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പം വന്നിട്ട് വർക്കല ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. 24-25 വർഷം ഞാനിവിടെ വർക്കല ബീച്ചിൽ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ സംബന്ധിച്ചോളം എന്ന് പറയുമ്പോൾ ഞങ്ങൾ 34 പേര് ജോലി ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോഴും ആൾ കുറഞ്ഞ് ഞങ്ങളെ ഇപ്പോൾ ഒരു 10-12 പേരിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. 10 ലൈഫ് ഗാർഡും 2 സൂപ്പർവൈസറുമാണ് ഈ തിരക്കിനുള്ള സമയം നമ്മൾ ജോലി ചെയ്യുന്നത്. അപകടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് 10-22 ആൾക്കാർ മരണപ്പെട്ടു. ഇപ്പോൾ ലൈഫ് ഗാർഡിൻ്റെ കുറവാണ്. പിന്നെ നമ്മുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ കുറവുള്ള കാര്യം അതൊരു നേരത്തെ ഉള്ളതാണ്. കാലാകാലങ്ങളായിട്ടുള്ള ആ ഉപകരണങ്ങളാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ജീവനും സേവ് ചെയ്ത് അവിടെ വീഴുന്ന വിറ്റമിനെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇതാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഉപകരണങ്ങളുടെ ഇത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചുള്ളതെന്ന് പറയുമ്പോൾ ഇപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ 35 വർഷമായി. പിന്നെ ഇത് പെർമനൻ്റ് ആവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. എൻ്റെയൊക്കെ നല്ല കാലങ്ങളൊക്കെ ഞാനിവിടെ സർവീസിലേക്ക് പോയി. ഇപ്പം തന്നെ എൻ്റെ കൂടുതൽ സഹപ്രദം കോവളത്ത് ജോലി ചെയ്യുന്ന 2 ലൈഫ് ഗാർഡുകൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്ന വഴിയിൽ ഒരു ആക്സിഡൻറ്റ്, ഒരു കാറ് കൊണ്ട് ഇടിച്ച് ഒരു പുള്ളിക്ക് ഇവിടെ വാരിയലിൻ്റെ ഇവിടെ പൊട്ടലുണ്ട്. അപ്പോൾ പുള്ളി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. 3 മാസം റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വീട്ടിലാണ്. പക്ഷേ ഏതൊരു ആനുകൂല്യങ്ങളും നമുക്കില്ല. ഇപ്പം സത്യം പറയാമെങ്കിൽ അത് ആബ്സെൻ്റാണ്. ജോലിക്ക് വരാതിരുന്ന ദിവസങ്ങളിൽ പുള്ളി ആബ്സെൻ്റായിട്ടാണ് ഇപ്പോൾ വീട്ടിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഒരു ESI ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു മെഡിക്കലെങ്കിലും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് അവസ്ഥ ഇതാണ്. പിന്നെ ഞങ്ങളെ യൂണിഫോമും കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ടെന്ന് പുതിയ കോർഡിനേറ്റർ വന്ന് പറഞ്ഞു. എല്ലാം വന്നു. പിന്നെ ആളെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് തരാം എന്നാണ് പറയുന്നത്. അത് ഇങ്ങനെ പറഞ്ഞിട്ട് ദിവസമുണ്ട്. ഇപ്പോൾ ഞാനും പറഞ്ഞു ആളെ തരാം. ഇവിടുത്തെ വർക്കല തിരക്ക് കാരണം ഒരുപാട് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ എന്തെങ്കിലും വർക്കലയെ സംബന്ധിച്ചോളം മറ്റുള്ള ബീച്ചിനെ കാണി ഭയങ്കരമായ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ ഓടും വെച്ച് വീണ്ടും സ്റ്റാർട്ടാവുന്നുണ്ട്. പിന്നെ മിനി ഗോവ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ വാട്ടർ സ്പോർട്സിൻ്റെ എല്ലാ കാര്യങ്ങളും വർക്കലയ്ക്കകത്തുണ്ട്. അപ്പോൾ ഒരാൾ വന്നാൽ തിരിച്ചു പോകേണ്ട കാര്യമില്ല. ടൂറിസം അടിപൊളിയായിട്ട് വന്ന് സന്തോഷിച്ച് പോകാനുള്ള ഇതുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ എന്ന് പറയുമ്പോൾ ഫോറിനേഴ്സ് കുറയുന്നുണ്ട്. ലോക്കൽസിൻ്റെ വരവ് വന്നപ്പോഴും ഫോറിനേഴ്സ് ബീച്ചിൽ തങ്ങി നിൽക്കുന്നില്ല. അവരിങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിൽ തേടി പോവുകയാണ്. ബീച്ചിൽ അവർക്കൊരു പ്രൈവസി കിട്ടുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഹോട്ടലുകാരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്വദേശികൾ മതി, അവരിതാണ്. പക്ഷേ വിദേശിയും കൂടെ ഉണ്ടെങ്കിലേ നമ്മളെ ടൂറിസം മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ അതിനൊരു ഇതുണ്ടാവണം. പിന്നെ നമ്മളെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കണ്ടില്ലേ, അത് ഒന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക. സീസണാണ് ഇപ്പോഴും. എൻ്റെ ഇതും കൂടെയാണ് പറയാനുള്ളത്. പിന്നെ നമ്മളെ സ്ഥിരപ്പെടുത്തുന്ന ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല എത്രയും കാലങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളെ കുടുംബങ്ങളൊക്കെ ഇത് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. എന്നെങ്കിലും ഒരു സ്ഥിരപ്പെടുകയാണെങ്കിൽ ഞാൻ ഈ സർവീസിൽ ഇനി ഒരു 8 വർഷം കൂടെയൊക്കെ ഉള്ളൂ. എൻ്റെ നല്ല പ്രായത്തിലൊക്കെ ഞാൻ വന്ന് സർവീസിൽ കയറിയതാണ്. 2 ഷിപ്പിലായിട്ട് 10 ലൈഫ് ഗാർഡേ ഉള്ളൂ. ഇവിടുത്തെ ബീച്ചെന്ന് വെച്ചാൽ ഒരു 4-5 കിലോമീറ്ററുള്ള ബീച്ചാണ്.
ഏകദേശം ഈ പഴയ കാലങ്ങളിൽ ഇവിടെ ഈ ഒരു സ്ഥലത്ത് തന്നെ 6-7 ഡ്യൂട്ടി പ്ലേസ് ഉണ്ടായിരുന്നതാണ്. ഒരു ഡ്യൂട്ടി പ്ലേസിൽ 2 പേര് വെച്ച് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് ചുരുങ്ങി ഇപ്പോൾ 3 ഡ്യൂട്ടി പ്ലേസേ ഉള്ളൂ. 3 ഡ്യൂട്ടി പ്ലേസിൽ ഓരോരുത്തർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ പഴയതുപോലെ അല്ല. ഇപ്പോൾ ലോക്കൽ ആൾക്കാർ തമിഴ് ആൾക്കാരായിരുന്നാലും ഡൽഹി മറ്റേ നോർത്ത് ഇന്ത്യക്കാരായിരുന്നാലും ഇഷ്ടംപോലെ പേര് ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരും വെള്ളം അടിച്ചിട്ടാണ് വരുന്നത്. അതേ വെള്ളം അടിച്ചിട്ട് വരുന്നവരെ നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല. ഒരാളോ 2 ആളോ നിന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തത്. അവർ നമ്മൾ എത്രത്തോളം ഫീസിലടിക്കും അവർ അത്രത്തോളം ഉള്ളിലോട്ട് പൊക്കോണ്ടേയിരിക്കും. ഒരു ദിവസം എങ്ങനെ നോക്കിയാലും 2, 3, 4 പ്രാവശ്യമാണ് നമ്മളിവിടെ ചാടുന്നത്. അത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മളിവിടെ ജോലി ചെയ്യുന്നത്. ഒരു തമിഴ് ആൾക്കാർ വരുന്നതെന്ന് വെച്ചാൽ ഒരു 20 പേര് 30 പേര്. ഈ 30 പേരെ നിയന്ത്രിക്കാൻ നമ്മൾ ഒരു ഡ്യൂട്ടി പ്ലേസിൽ ഒരാൾ മാത്രമേ കാണത്തുള്ളൂ. മിക്ക ദിവസവും നമ്മൾ 2 ദിവസം മുമ്പേയും ഒരു ലൈഫ് ഗാർഡിന് കുറച്ച് പയ്യന്മാർ വന്ന് അടിച്ചിട്ട് പോയി. അതാണ് ഇവിടുത്തെ അവസ്ഥ. ടൂറിസ്റ്റായിട്ട് വരുന്ന തമിഴന്മാർ പയ്യന്മാർ വെള്ളം അടിച്ചുകൊണ്ട് വന്ന് ഒന്നീ വെള്ളം അല്ലെങ്കിൽ കഞ്ചാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിനുള്ള ഇതിലായിട്ടാണ് പോകുന്നത്. നേരത്തെയൊക്കെയെന്ന് വെച്ചാൽ ഇവിടെ 7-8 ടൂറിസം പോലീസും 10-20 ലൈഫ് ഗാർഡുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഇത്രയും തിരക്കും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം വരുന്ന വർഷം കൊറോണയ്ക്ക് ശേഷം ഇങ്ങോട്ട് തിരക്ക് കൂടി വന്ന് ലൈഫ് ഗാർഡുകളുടെ എണ്ണം കുറയുകയും ചെയ്ത് ആൾക്കാർ കൂടുകയും ചെയ്തു. അതാണ് ഇപ്പോൾ ഇവിടെ തന്നെ. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗസ്റ്റ് വന്നാലോ ഗസ്റ്റിനെ ഭയങ്കര ശല്യം ചെയ്യേക്കാം. അതേപോലെ ഒരു ഗസ്റ്റിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബാത്റൂമിൽ പോകാൻ, ഇതാണ് മെയിൻ ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് മെയിൻ ബീച്ചിൽ പോകുമ്പോൾ ബാത്റൂമിൽ പോകാൻ ഒരു സൗകര്യമില്ല. ഈ ഭാഗത്തേ ഇല്ല ബാത്റൂം സൗകര്യം. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതേപോലെ ലൈഫ് ഗാർഡുകൾ കുറവ്. പിന്നെ പറയാൻ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം ഈ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് വേണ്ടി ഇപ്പോൾ ഇറങ്ങുമ്പോൾ ജാക്കറ്റ് അങ്ങനെ ഒരു റെസ്ക്യൂ ബോർഡ് റെസ്ക്യൂ ട്യൂബ് മാത്രമേ നമുക്കുള്ളൂ. റെസ്ക്യൂ ട്യൂബ് മാത്രമേ ഉള്ളൂ. വേറെ ഇതൊന്നുമില്ല നമുക്ക്. അത് ഇപ്പോൾ 10 പേര് പോകണമെങ്കിൽ നമുക്ക് ഈ ബോർഡും കൊണ്ടുപോയാൽ 1-2 മാത്രമേ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ആരും രക്ഷിക്കാൻ പറ്റത്തില്ല. 1 2 അല്ലെങ്കിൽ 3 ആളൊക്കെ മാത്രമേ രക്ഷിക്കാവുള്ളൂ. ബാക്കി താന്നു പോയെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന ആൾക്കാർ ഇവിടെയുള്ള നമ്മളവിടെ ഈ കുടകളെ വയ്ക്കാൻ വരുന്ന ആൾക്കാർ അവർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അല്ലാതെ ഈ പുറത്ത് നമ്മളെ ഇവിടുത്തെ ആൾക്കാരാണ് അവരിവിടെ ഈ കുട വയ്ക്കാൻ വരുമ്പോൾ നമ്മൾ ചാടാൻ നേരത്തെ നമ്മളെ കൂടെ ചാടുന്നുണ്ട്. അതേപോലെ ഈ ഇവിടെ ചെറിയ വള്ളങ്ങളിൽ പോയി മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അവരും ഇതേപോലെ വള്ളങ്ങൾ കൊണ്ടുപോകാൻ നേരത്തെ ഇതേപോലെ നമ്മൾ ചാടണം കണ്ടു കഴിഞ്ഞാൽ അവർ ഓടി വരും. അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ പിടിച്ചു നിന്ന് പോകുന്നത്. ഏറ്റവും വലിയ കുറവെന്ന് വെച്ചാൽ ഇവിടെ ലൈഫ് ഗാർഡുകളുടെ കുറവാണ് ഏറ്റവും. ഇതിനിടയ്ക്ക് ടെസ്റ്റ് കഴിഞ്ഞു ഇൻ്റർവ്യൂവിനൊക്കെ 15-ാം തീയതി വിളിക്കുമെന്ന് പറഞ്ഞല്ലാതെ ഇതുവരെയ്ക്കും ഒന്നും ആയിട്ടില്ല. ആരും വന്നിട്ടില്ല. അപകടങ്ങൾ സ്ഥിരമായിട്ടുണ്ട്. കൂടുതൽ കടൽ ഏറ്റവും കൂടുതൽ ഒഴുക്ക് വരുന്ന സമയങ്ങളാണ് ഇപ്പോൾ. അതായത് വെള്ളം മൊത്തം വറ്റി കിടക്കുക. അപ്പോൾ ഈ ഒഴുക്ക് വരുന്ന സമയങ്ങളിൽ ഈ നീന്തലാണ് നമ്മൾ ഈ കുളത്തിലും കായലിലൊക്കെ നീന്തിയ ചെറിയ പരിചയം കാണുകയുള്ളൂ. ഏറ്റവും കൂടുതൽ തമിഴന്മാർ നോർത്ത് ഇന്ത്യക്കാർക്കാണ്. പക്ഷേ അവർ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ നീന്തിയുള്ള പരിചയത്തിൽ ഇവിടെ വന്നിറങ്ങി ആ ഒരു ഇതിൽ വന്ന് അവർ ഒഴുകി അങ്ങ് പോകും. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അപകടം. നമ്മൾ കിടന്ന് വിളിച്ചാൽ അവർ തിരിച്ചു വരത്തില്ല. കാരണം വെച്ചാൽ അതല്ലേ പറഞ്ഞത്, വെള്ളം അടിച്ചുകൊണ്ട് വരുന്ന ഒരുത്തരെ നമ്മൾ തിരിച്ചു വിളിച്ചാൽ അവർ വരത്തില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഏറ്റവും കൂടുതലുള്ള വിഷയം ലൈഫ് ഗാർഡുകളുടെ കുറവാണ്. ഏറ്റവും കൂടുതൽ ലോക്കലാണ് വരുന്നത്. ഇന്ത്യൻ പീപ്പിൾ ആണ് വരുന്നത്. തമിഴ്നാട് നോർത്ത് സൈഡിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഗസ്റ്റുകളുണ്ട്, പക്ഷേ ഇവരെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം അധികം ഗസ്റ്റുകൾ ഇറങ്ങുന്നില്ല. വിദേശികൾ ഇറങ്ങുന്നില്ല. ഗസ്റ്റുകളുണ്ട്, അത് ലോക്കൽ ആൾക്കാർ ഭയങ്കര ശല്യം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ അവരാരും റിപ്പോർട്ട് തരത്തില്ല. കാര്യം അവിടെ നിന്ന് അടിച്ചങ്ങ് പോവേ ഉള്ളൂ. അല്ലാതെ ആരും റിപ്പോർട്ട് തരില്ല. കാരണം അതിൻ്റെ ബാക്കിൽ നടക്കാൻ അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് അവരിവിടുന്ന് നേരെ ആ ഭാഗത്തോട്ട് കാപ്പിൽ അങ്ങോട്ട് ഓടയും ആ ഭാഗത്തോട്ടൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള സുരക്ഷ ഒരുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളില്ല. ഒരു സംവിധാനവും ഇല്ല, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ. ഏതൊരു ശല്യം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഫോട്ടോ എടുക്കാൻ ചെന്ന് ചോദിക്കുക, അവരെ ദേഹത്ത് പോയി പിടിക്കുക. പിന്നെ അതേപോലെ അവരെ ഇടയിൽ കൂടെ തന്നെ ഇടുന്ന റീൽസുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം റീൽസുകൾ എടുക്കുക, അല്ല അത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയുള്ള ഒരുപാട് പരിപാടികളായിട്ടൊക്കെ കുറേ ആൾക്കാർ, എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ കുറേ ചോട്ട പയ്യന്മാർ നല്ല പ്രശ്നങ്ങളുണ്ട്. നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല. നമുക്ക് വെള്ളത്തെ കാര്യം പോലും നോക്കാൻ പറ്റില്ല. ഇവിടെ ഓരോരുത്തരാണ് ഡ്യൂട്ടി. അവിടെ ഒരാളാണ്, ഇവിടെ ഒരാളാണ്. ഈ ഇത്രയും ആൾക്കാർ ഇവിടെ അവിടുന്ന് വിസിലടിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചാടും. അതാണ് ഏറ്റവും വലിയ വിഷയങ്ങൾ. അപകടം ഉണ്ടായി, ഇന്നും ഉണ്ടായി, ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. 100% ഉണ്ടാവും. പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഗസ്റ്റുകൾ ഏതെങ്കിലും ഒരു ഗസ്റ്റ് പോകുന്നുണ്ടെങ്കിൽ അവരെ ബാക്കിൽ നിന്ന് ഫോളോ ചെയ്ത് നമ്മളെ ലോക്കൽ ആൾക്കാർ പോകുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ അപകടം നടക്കാൻ സാധ്യത. കാരണം കടലിൽ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഈ ടൂറിസം പോലീസിന്റെ ഒക്കെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ സഹായം എന്ന് വെച്ചാൽ പണ്ടാണ്ട് 10 വരെ 7 വരെ 8 വരെ ഉണ്ടായിരുന്നു അവർ. ഇപ്പോൾ അവരാകെ 2 പേര്. അവർ അവിടെ നോക്കണം, പിന്നെ ഇവിടെ വരുന്ന പിന്നെ ട്രാഫിക്ക് നോക്കണം. എല്ലാ കാര്യങ്ങളും കൊണ്ട് അവർ പറ്റില്ല. നമ്മൾ അറിയിക്കുന്നുണ്ടെങ്കിൽ അവർ വരുന്നുണ്ട്.
വന്ന് കടലിലല്ല കരയിലെ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടൂറിസം മേഖല ഈ തരത്തിൽ പോയി കഴിഞ്ഞാൽ പിറകോട്ട് പോയുള്ളൂ. പെട്ടുപോകും ചേട്ടാ. ഇത് ഇങ്ങനെ പോകണമെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഒന്നീ നമുക്ക് ലൈഫ് ഗാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒന്നാമത് അസുഖങ്ങൾ കാര്യങ്ങളാണ്. ഇപ്പം കാര്യം വെച്ചാൽ അത്രയ്ക്ക് റിസ്ക്കാണ്. ഇവിടുന്നോടെ അവിടുന്നോടെ ഓരോ ദിവസം ചെയ്യുന്നതോറും നമുക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് അസുഖങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇത് ചെയ്യാൻ അല്ലെങ്കിൽ ലൈഫ് ഗാർഡുകൾ എടുത്തിട്ടുണ്ട്, പക്ഷെ അവരിതൊരിക്കലും അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടില്ല. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ടാകും. എത്ര ലൈഫ് ഗാർഡുകളുടെ ആവശ്യമുണ്ട് ഇത്രയും? ഇവിടുന്ന് തന്നെ നമ്മൾ വർക്കലയിൽ നിന്ന് തന്നെ 10-16 പേരോളം പോയിട്ടുണ്ട്. പക്ഷെ അത്ര കൂടെ അതിൽ കൂടുതൽ വേണം. കാര്യം എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല, പണ്ട് ഫോറിൻ ഗസ്റ്റുകളായിരുന്നു. അവർക്ക് കറക്റ്റ് ഒരു അപകട മേഖലയെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ആ ഭാഗത്തോട്ട് പോകത്തേ ഇല്ല. അവർ പക്ക വന്ന് നമ്മളുടെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ ഇറങ്ങുള്ളൂ. നീന്താൻ അറിയുന്ന ആൾക്കാർ മാത്രമേ ഉള്ളിൽ പോകുള്ളൂ, നീന്താൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ പോകത്തില്ല. പക്ഷെ നമ്മളാൾക്കാർ അങ്ങനെയല്ല. നമ്മളാൾക്കാർ ഒന്നും അറിഞ്ഞുകൂടെങ്കിലും ഉള്ളിലോട്ടേ പോയി കുളിക്കുകയുള്ളൂ. അത് അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അന്ന് നമുക്ക് കണ്ണടച്ചിരുന്നാൽ പോലും ഒരു മനുഷ്യൻ ഇവിടെ താരത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, കണ്ണ് തുറന്ന് തന്നെ ഇരിക്കണം. കണ്ണ് തുറന്നിരുന്നില്ലെങ്കിൽ സെക്കൻഡ് കണക്കിന് ആൾക്കാർ തീർന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വിസിലടിച്ച് തൊണ്ടെല്ലാം പൊട്ടിപ്പോ ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ. നിങ്ങളിപ്പോൾ ഇതിനുള്ള ഈ ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരിച്ചില്ല, കഴിഞ്ഞ മാസങ്ങളിൽ മരിച്ചു, ഇതിന് മുമ്പും മരിച്ചു. ഒരുപാട് പ്രശ്നങ്ങളൊക്കെയുണ്ട്. നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു 10,000 പേര് വന്ന് 2 ലൈഫ് ഗാർഡ് 3 ലൈഫ് ഗാർഡ് ഉണ്ട്. എന്തിനു പറ്റും ചേട്ടാ? അതൊക്കെ തന്നെ ഏറ്റവും വലിയ വിഷയങ്ങൾ. ആകെ പ്രശ്നങ്ങളായിട്ടിരിക്കുകയാണ്. നമുക്കൊരു പരിധിയുണ്ട്. ആ പരിധി തന്നെ ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ പോലീസ് ഇടപെട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മാക്സിമം നമ്മൾ അങ്ങനെ പോലീസിനെ അറിയിക്കും. ഇപ്പോൾ ഈ റെസ്ക്യൂ ബോർഡല്ലാതെ വേറെ എന്തെങ്കിലും? ഇതുണ്ട്, പിന്നെ ഒരു ബോർഡുണ്ട്. പക്ഷെ അതെല്ലാം പോയിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഒരാളെ രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പം ആകെ ഉള്ളൊരു രക്ഷപ്പെടുത്തി ഇതിൽ തന്നെ ഈ ഒരാൾ നീന്തി പോവും, പിടിക്കും, അടുത്ത ആൾ ഇതും കൊണ്ട് വരും, സേവ് ചെയ്യും, മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പം അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വേറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഉടനെ പുതിയ ലൈഫ് ഗാർഡും പുതിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വരുമെന്ന് പറഞ്ഞു. പുതിയ എക്യുപ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഇതിൽ കൂടുതലൊന്നുമില്ല. ഇതും ലൈഫ് ബോയ്, റെസ്ക്യൂ ട്യൂബ്, അങ്ങനെയുള്ള ജാക്കറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല കേട്ടോ. വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ടൂറിസം മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളായിരിക്കും. അപ്പോൾ എന്ത് തരത്തിലുള്ള മാറ്റമാണ് ആ ടൂറിസവും ഇപ്പോഴത്തെ ടൂറിസമുള്ള വ്യത്യാസം? എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോഴേ, ഈ 30 ദിവസം ഞാൻ കോവളത്ത് ആദ്യം വർക്ക് ചെയ്യുന്ന കോവളത്തായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് ചാറ്റുമായിട്ട് ഇംഗ്ലണ്ട് ചാർട്ടർ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ആ സമയം അതിന് മുമ്പേ ഇഷ്ടംപോലെ മറ്റുള്ള രാജ്യക്കാർ, ജർമ്മനി, ഇംഗ്ലണ്ട്, ഇറ്റലി, ജപ്പാൻ, അങ്ങനെ ഒരുപാട് ഗസ്റ്റുകൾ ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു ചാർട്ടർ ഫ്ലൈറ്റ് വരുന്നതിന് മുമ്പ്. ഈ ചാർട്ടർ ഫ്ലൈറ്റ് വന്നതിന് ശേഷം ഒരു 8-10 വർഷം അവർ ഇത് വന്നപ്പോൾ മറ്റുള്ള ആൾക്കാർ ഒരുപാട് നിലച്ചു. ഇറ്റലിക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പോൾ അതങ്ങ് നിലച്ചു. പിന്നെ ചാർട്ടർ ഫ്ലൈറ്റിൻ്റെ വരവായി. അത് കഴിഞ്ഞ് അവരും ഇപ്പം പിന്നെ മറ്റുള്ള രാജ്യക്കാർ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മന്ദത വന്നു. വിദേശികളെ കുറച്ച് പിന്നെ വീണ്ടും ഡെവലപ്പായി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ കൊറോണയും ഇതൊക്കെ പോയൊക്കെ വന്നപ്പോൾ അങ്ങനെയും കുറച്ച് ആയി. പക്ഷേ ഇപ്പോഴേ കോവളമല്ല, വർക്കലയാണ് ഇപ്പോൾ നോക്കുമ്പോഴേ ടൂറിസം മേഖലയിൽ ഏറ്റവും വലിയ മികച്ച് നിൽക്കുന്നത്. അവർക്കൊരു പ്രൈവസി ഉണ്ട് എന്നാണ് പറയുന്നത്. വർക്കല പ്രൈവസി ഉണ്ട്. പിന്നെ നമുക്കന്ന് കാണാൻ നാച്ചുറലായിട്ടുള്ള ഇപ്പം പാരാഗ്ലൈഡിങ് ഇതൊക്കെ ഉണ്ട്. ഇപ്പം പാരാസ് ഇങ്ങനെയൊക്കെ വന്നു. അപ്പം അങ്ങനെ ഒരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ക്ലിഫ് ഉള്ളത് കൊണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള ബീച്ചിനെ അപേക്ഷിച്ച് വർക്കല ബീച്ചിലൊരു നല്ലൊരു ഇപ്പോഴേ ഒരു ഏകദേശം എന്നാൽ ഇത് നിലനിൽക്കുമെന്ന് പറയുമ്പം ലോക്കൽസ് സ്വദേശികൾ വരുംതോറും ഫോറിനേഴ്സ് തങ്ങാൻ മടിക്കും. അവർക്ക് ഇപ്പോൾ ഈ ബീച്ചിൽ സൺബാത്തിങ്ങിനൊന്നും അതിനുള്ള നേരത്തെ അവർ മണിക്കൂറുകളോളം കിടക്കുന്നതാണ്. ഇപ്പോൾ അവർ തങ്ങി നിൽക്കുന്നില്ല. അപ്പോൾ അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള മേഖലയിലേക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ട്. ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ്. അല്ലല്ല, പോലീസിന് തന്നെ പോലീസ് പണ്ടൊക്കെ എന്ന് വെച്ചാൽ പോലീസ് ഇവിടെ 7-8 ടൂറിസം പോലീസ് ഉണ്ടായിരുന്നതാണ്. ഇപ്പം 2 പേരേ ഉള്ളൂ. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ അവിടെ ഫ്രണ്ട് നോക്കണം, ഇവിടെ ഇത്രയും ഓടി നടന്ന് നോക്കണം. ഇത്രയും 10 പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഗസ്റ്റുകളാണ് കൂടുതൽ, ലോക്കൽസ് കുറവായിരുന്നു. ഇപ്പം ലോക്കൽസാണ് കൂടുതൽ, ഗസ്റ്റുകൾ കുറവാണ്. ഗസ്റ്റുകളാണെങ്കിൽ നമുക്ക് വിഷയമല്ല. നമ്മൾ പറയുന്നത് എന്താണോ അവരത് അനുസരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു സിഗ്നൽ വെച്ചിരുന്നാൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ ലോക്കൽസ് അത് ഫോളോ ചെയ്യത്തില്ല. അവരെ ഇഷ്ടത്തിനേ ചെയ്യത്തുള്ളൂ. അതിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഏകദേശം 35 പേര് മരിച്ചതും അങ്ങനെയാണ്. കാരണം വെച്ചാൽ ലൈഫ് ഗാർഡ് ഇവിടെ ഈ 3-4 ഡ്യൂട്ടി പ്ലേസിൽ നമ്മളുള്ളൂ, ബാക്കിയുള്ള ഡ്യൂട്ടി പ്ലേസിലില്ല. നമ്മളിവിടെ നിന്ന് ഒരുവിധം പറഞ്ഞു കയറ്റി ഇവിടെ അപ്പുറത്ത് പോയി ഇറങ്ങി മരിക്കുന്നതാണ്. അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം നമ്മൾ അടിച്ച് കയറ്റിയ ശേഷം, അതായത് സൺസെറ്റ് കഴിയുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യും ബീച്ച്. ആ ക്ലോസിങ് സമയത്ത് അവർ പോയി മരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത്. നമ്മളില്ലാത്ത സ്ഥലങ്ങളിലാണ്. നമ്മളുള്ള സ്ഥലത്ത് ഇതുവരെയും മരിച്ചിട്ടില്ല. നമ്മൾ ഇല്ലാത്ത സ്ഥലമായിരുന്നാലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പോയി രക്ഷിക്കാറുമുണ്ട്.
രക്ഷിച്ചാൽ ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ആംബുലൻസ് സൗകര്യം അങ്ങനെ നിനക്ക് തയ്യാറാണ്? അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ഒന്നും ഇതിന് ഈ ഇവിടെ മേളിൽ കയറണം, പിന്നെ അല്ലെങ്കിൽ ഇവിടെ നേരെ നമുക്ക് ഇത്രയും സഞ്ചാരികൾ ഇപ്പോൾ ഇത്രയും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതാണ്. നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്ക്. നമുക്ക് തന്നെ ഒരു സ്പീഡ് ബോട്ടിന് എന്തെങ്കിലും ഒരു ഇത് വേണമെന്നുള്ളതും. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരാളെ രക്ഷിച്ചാൽ അങ്ങ് റോഡ് വരെ കൂട്ടാൻ നമുക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. എടുത്തുകൊണ്ട് ഓടാന്ന് പോലും നമ്മളെക്കാളും ചിലപ്പം വെയിറ്റുള്ള ആൾക്കാരായിരിക്കും പോകുന്നത്. അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് എത്രയും ദൂരം നമ്മളും തളർന്നു, പിന്നെ നമുക്കൊന്ന് ഡ്യൂട്ടി നോക്കാൻ പറ്റത്തില്ല. അതേസമയം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, MLA ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാം തരാം എന്നുള്ള ആവശ്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോഴത്തെ. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത്യാവശ്യം റെസ്ക്യൂ ബോർഡ് വേണം, പിന്നെ ഈ ഒരു സ്പീഡ് ബോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് പെട്ടെന്ന് വെച്ചാൽ ഒരു അവിടെ നിന്ന് ഇപ്പം നമ്മളിപ്പോൾ എത്താൻ പറ്റാത്ത സ്ഥലങ്ങൾ പെട്ടെന്ന് ഒഴുക്കുന്ന നമുക്ക് ചിലപ്പോൾ നീന്തി എത്താൻ പറ്റത്തില്ല. അതേസമയം നമ്മൾ നീന്തി കയറാനും പറ്റത്തില്ല. ആ സമയത്ത് നമുക്ക് സ്പീഡ് ബോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആളെ രക്ഷിച്ച് ആ ഒഴുക്കില്ലാത്ത സ്ഥലത്തോട്ട് നീന്തി കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ നമ്മളെ ഈ ടൂറിസം ഇവിടെ വികസനം ഉണ്ടാവുള്ളൂ, അല്ലാതെ വികസനം ഉണ്ടാവില്ല. നമ്മളെ രണ്ടാമത്തെ കാര്യം ഇത് ബാത്റൂം ഫെസിലിറ്റി. എല്ലാ ഗസ്റ്റുകളും നമ്മുടെ അടുത്തൊന്ന് പരാതി പറയണതാണ്, ബാത്റൂം ഫെസിലിറ്റി ഇല്ല. കാരണം നമ്മളെ ഇന്ത്യക്കാരെ എവിടെ വരുന്നാലും പോകും, അതേപോലെ ഗസ്റ്റുകൾ പോകാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് എങ്ങനെയാണ് ശമ്പളമൊക്കെ കറക്റ്റാണ്. ശമ്പളം ഇത് നമുക്ക് ശമ്പളം കറക്റ്റ്. ജോലിക്ക് അനുസൃതമായ വേതന ഒരിക്കലും ഉണ്ടാവത്തില്ല. കാരണം നമ്മളിപ്പോൾ 10 വർഷമായി നമുക്ക് സാലറി കൂടിയിട്ട് തന്നെ 10 വർഷം കൊണ്ടുള്ള സാലറിയാണ് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ റിസ്ക് അലവൻസ് ഉണ്ടായിരുന്നു, അതിപ്പോൾ കിട്ടി തുടങ്ങി. പിന്നെ ഫുഡ് അലവൻസ് എന്ന് പറഞ്ഞൊരു കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അത് കട്ടായി കളഞ്ഞു. എല്ലാം എന്താ വെച്ചാൽ ഈ ഒരു ജോലിയുടെ റിസ്കിനുള്ള പൈസ ഇപ്പം നമുക്ക് കിട്ടുന്നില്ല. എന്തെങ്കിലും ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും? ഇൻഷുറൻസ് ഇതിനിടയ്ക്ക് ചെയ്തെന്ന് പറഞ്ഞു, ഇതുവരെയ്ക്ക് അതിൻ്റെ പേപ്പറോ ഒന്നും നമുക്ക് തന്നിട്ടില്ല. നിങ്ങൾ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒന്നുമില്ല, നമുക്കൊന്നുമില്ല. നമുക്കിപ്പോൾ ഇപ്പം തന്നെ 2 ദിവസം മുമ്പ് ചാടി ഒരു പയ്യൻ്റെ കൈ പോയായിരുന്നു. അപ്പോൾ ഒരാഴ്ചയാണ് ലീവ് എടുത്തിരുന്നത്. അത് നമ്മളെല്ലാം കൂടെ പിരിവെടുത്ത് അയാൾക്ക് കൊടുത്തതല്ലാതെ സർക്കാരിന് ഇല്ല, ലീവായിട്ട് തന്നെ പോകും. വേറെ ഒന്നും തരയാ നമുക്കൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ സർക്കാർ എന്തെങ്കിലും തരണമെങ്കിലേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല. നമ്മൾ 1 മാസം കിടന്നു പോയാൽ നമ്മളെ വീട് പട്ടിണിയാണ്. നമ്മൾ ഡെയിലി വേഴ്സാണ്, 5-6 മാസത്തെ എഗ്രിമെൻറ്റിലാണ് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതവർ പുതുക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്രയും റിസ്ക്കുള്ള ജോലിക്ക് ഇത്രയും നാളായിട്ട് ഇത്രയും സർക്കാർ വന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത്രത്തോളം റിസ്ക് എടുത്താണ് ജോലി ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. നമുക്ക് വേറെ ജോബ് വേറെ ഒന്നും പോകാനും പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിൽ തന്നെ നിൽക്കുന്നത്. ഇത്രയും വർഷങ്ങളായതുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അവർക്കെന്ന് വെച്ചാൽ നമുക്കിത് ഇഷ്ടപ്പെട്ട ജോബാണ്. എന്ന് വെച്ചാൽ ഒരാളെ രക്ഷിക്കാൻ കിട്ടുന്ന ഒരു പുണ്യമുണ്ട്, അത് മതിയെന്നും പറഞ്ഞാണ് ഇവിടെ ഉള്ളവർ മിക്കുള്ള ജോലി നോക്കുന്നത്. അല്ലാതെ വേറെ ഇതിൻ്റെ ഒരു ശമ്പളത്തിൻ്റെ ഇത് നോക്കിയാൽ അങ്ങനെ ഒന്നുമല്ല. ശമ്പളം നോക്കുകയാണെങ്കിൽ ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഈ വെയിൽ തന്നെ വേണ്ടില്ല. ഈ വെയിലത്ത് ഒരു മിനിറ്റ് പോലും നമുക്ക് വേണ്ട, നിൽക്കാൻ സമയത്തില്ല. ആ ഒരു രീതിക്കായിരിക്കും അടിക്കുന്നത്. ആ ഒരു ഇതിലാണ് നമ്മൾ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ സുരക്ഷാ പ്രശ്നങ്ങളാണ് നമുക്ക് കൂടുതൽ പ്രധാനമായിട്ടുള്ളത്. കാരണം ലൈഫ് ഗാർഡുകൾ പോലും ആക്രമിക്കുന്ന ഒരു സ്റ്റേജ് അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്താണ് അതിനായിട്ട് അത് നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പം വരുന്ന സ്വദേശികളെന്ന് പറഞ്ഞ പിള്ളേരൊക്കെ തമിഴ്നാട് ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ്നാട് ആണ്. അപ്പോൾ ട്രെയിൻ പ്രത്യേകിച്ച് വർക്കലേക്ക് ഒരു ഫെസിലിറ്റീസ് എന്ന് പറയുമ്പം ട്രെയിൻ സൗകര്യമുണ്ട്. എല്ലാ ട്രെയിനും നമ്മൾ വർക്കല ശിവഗിരി സ്റ്റേഷനിൽ നിർത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ട്രാവലിങ്ങിന് വലിയ കാശ് ചിലവാവില്ല. രാവിലെ വന്നാൽ ഇപ്പം മധുരശ്ശേരിലെ ട്രെയിനിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം അവർ കയറി പോകും, തുച്ഛമായ പൈസയേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം വന്ന് കാണാം. അപ്പോൾ അത് ഈ വരുന്ന പിള്ളേരെല്ലാം മദ്യപിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെന്ന് അവർ വിളിച്ച് ബിസിലടിച്ച് വിളിക്കുമ്പോൾ അവർക്ക് ഈ നീന്തലൊന്നും അറിയത്തില്ല. അവരിങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ തുച്ഛമായ പോലീസേ ഉള്ളൂ. 2 ടൂറിസം പോലീസാണ് നമ്മളെ ഇവിടെ ഉള്ളത്. അപ്പോൾ അവർ ഈ വണ്ടി തിരക്ക് വരുമ്പോൾ അങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നമുക്ക് വിളിച്ച പെട്ടെന്ന് പിന്നെ അവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും ആ സമയത്ത് അറ്റൻഡ് ചെയ്യും. അതൊരു ഭയങ്കര ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം അക്രമസമയത്തിൻ്റെ ഇടയിൽ തന്നെ 2-3 വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ലൈഫ് ഗാർഡിൽ ആക്രമിച്ചിട്ടുണ്ട്. അതും ഒരുപാട് ന്യൂസിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുമുണ്ട്. അത് നമ്മുടെ ലൈഫ് ഗാർഡിലെ സേവനവും കുറവാണ്, അതേപോലെ ടൂറിസം പോലീസിൻ്റെ സേവനവും ബീച്ചിൽ കുറവാണ്. അതിനൊരു സഹായം നമുക്കുണ്ടാവണം. ഇപ്പം ഈ ലൈഫ് ഗാർഡുകളുടെ വർദ്ധിപ്പിക്കുന്ന പോലെ തന്നെ ടൂറിസം പോലീസിൻ്റെ പ്രവർത്തനം ഉണ്ടാവണം. അങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ ഇപ്പോൾ വർക്കലെ സംബന്ധിച്ചോളം ജനങ്ങൾ ഇനി കൂടി വരുന്നതാണ്. അപ്പം ടൂറിസം പോലീസ് മസ്റ്റായിട്ട് കുറച്ച് അവരെ സേവനം കൂടെ കൂടുതലുണ്ടായാൽ മാത്രമേ ബീച്ച് കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇൻഷുറൻസ് ഗ്രൂപ്പ് നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ്, അപകട ഇൻഷുറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ ആക്കിയിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണ്. അത് അപകട ഇൻഷുറൻസാണ്, ടണലായിട്ടല്ല. അപ്പോൾ നമുക്ക് ആ അപകടം ഡ്യൂട്ടിയിൽ രക്ഷാപ്രവർത്തന സമയത്ത് അപകടം പറ്റിയാൽ മാത്രമേ അത് ഉണ്ടാവൂ.
പോലും. അത് തീരുമാനമായോ? രേഖാമൂലം ആയെന്ന് പറയുന്നു. അത് അപ്പം കൈ കിട്ടിയിട്ടുണ്ടോ തെളിവുകൾ? ഇല്ല, പേപ്പറൊന്നും കിട്ടിയിട്ടില്ല. ഒരു ഗ്രൂപ്പായതുകൊണ്ട് ഞങ്ങൾ തിരക്കി. അപ്പോൾ ഗ്രൂപ്പായതുകൊണ്ടാണ്, ഗ്രൂപ്പിലാണ് അത്, സെപ്പറേറ്റ് ഓരോരുത്തരല്ല എന്ന് പറയുന്നത്. പിന്നെ ഒരു പയ്യൻ അപകടത്തിൽ ശംഖുമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ സമയത്ത് ഒരു ജോൺസൺ ഗബ്രിയൽ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു ശംഖുമുഖം ബീച്ചിലൊരു പെൺകൊച്ചിനെ. അപ്പോൾ പുള്ളിക്ക് ഒരു ധനസഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. വൈഫിന് ഗവൺമെൻറ് കൊടുത്ത ടൂറിസം കൊടുത്തതാണ്. ഭാര്യയ്ക്ക് ഒരു ജോലി എടുത്തു. പിന്നെ 10 ലക്ഷം രൂപ എന്തോക്കെ. അത് നമ്മുടെ സർവീസിന് ഈ 38-40 വർഷം ആകുമ്പോൾ ലൈഫ് സർവീസ് ആരംഭിക്കുന്നു. ആ ഒരു ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അന്ന് ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ ആയത്. ഇവിടെ നിങ്ങളുടെ ഈ ആൾക്കാർക്ക് ഈ കടലിറങ്ങുന്നുണ്ടെങ്കിലും സുരക്ഷ? ഓ, നമുക്ക് ആകെയുള്ള ഉപകരണങ്ങൾ ഇതാണ്. പിന്നെ ഇത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഈ കാണുന്ന ഉപകരണങ്ങളാണ് ഇപ്പം നമ്മൾ വയ്ക്കുന്നത്. പിന്നെ നമുക്കുണ്ട് ഇത് അവിടെ കണ്ടില്ലേ ഈ ബോട്ട്, ഇതാണ് നമ്മുടെ ഇത് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തി ചാടി നീന്തി ഒരാൾ വെള്ളത്തിൽ അഴക്കപ്പെട്ട് പോയാൽ പഴകിയതാണത്. ഓ, ഇത് അപ്പോൾ എന്താ കാലപ്പഴക്കം കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ പുള്ളിയുടെ ഈ ബെൽറ്റ് അകത്തിട്ട് ഇങ്ങനെ നമ്മൾ കെട്ടി മുങ്ങി ഇതിനെ പൂട്ടിയിട്ട് ശേഷം ഇതിൽ കയറിട്ട് വലിച്ചു കൊണ്ടുവരുന്നത്. ഇതാണ് നമുക്ക് തിരമാലയില്ല ഏറ്റവും സേഫ്. ഈ ലൈബോയെ കാണി സേഫാണ്. അതുകൊണ്ടാണ് ഇത് നല്ല പേര്. അപ്പം ഇതൊക്കെ ഒരുപാട് കാലപ്പഴക്കം ചെന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയായെന്ന് പറയുന്നു. ഓ, എക്യുപ്മെൻറ്റ്സ് എല്ലാം റെഡിയായെന്ന് പറയുന്നു. എല്ലാം കൂടെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. എല്ലാം റെഡിയായി മാത്രമേ വർക്ക ടൂറിസം ഒരു പൂർണ്ണ സജ്ജമായിട്ട് വരുള്ളൂ. ഇതൊക്കെ വന്ന് എല്ലാം അതേപോലെ നമുക്കിപ്പം തന്നെ മറ്റേ റിസ്കി ബോട്ട് അവിടെ കണ്ടില്ലേ, അതെടുത്താ മഞ്ഞ റിസ്കി, അതെ, അതിപ്പോൾ നമുക്കൊരു ഇതാണ്. അതിപ്പോൾ നമ്മളൊരു പുതിയ സാറ് കോർഡിനേറ്റർ വന്നതിന് ശേഷം നമുക്ക് കോവളത്ത് അവിടെ ഇരുന്ന ബീച്ചുകളിലിരുന്ന് അതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചു. അപ്പോൾ അത് ഭയങ്കരമായൊരു നമുക്കൊരു സേവനം പറ്റും. കാര്യം 1, 2, 3 പേർ പെട്ടുപോയാൽ ഇതെടുത്തിട്ടുണ്ടെങ്കിൽ പോയാൽ മതി. നമുക്ക് അതിനകത്ത് ഇപ്പം രക്ഷാപ്രവർത്തനം നടന്ന അതിലാണ്. ഇതിൻ്റെ ഇവിടെ നടന്നു. അപ്പോൾ അതാണ് സ്ഥിരമായിട്ട് സംഭവിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇപ്പോൾ സീസണാണ്. കാര്യം ഇങ്ങനെ തിര കിടക്കുന്നതുകൊണ്ട് ഈ അപകടം പതിയിരിക്കുകയാണ്. ഇവർ നോക്കുമ്പോൾ വെള്ളം കുറവാണ്, പക്ഷേ അടിയൊഴുക്ക് ഉള്ളിൽ കൂടെ ഉണ്ടാവും. ഇപ്പം ഞാൻ എന്താ വാണിംഗ് ഉണ്ടായിരുന്നു മറ്റേ കള്ളക്കടൽ പ്രതിഭാസം അങ്ങനെ. പക്ഷേ അത് ഇവിടെ എത്ര പറഞ്ഞാലും നടക്കുന്നില്ല. മറ്റുള്ള ബീച്ചുകളിൽ ഇപ്പോൾ ശംഖുമുഖത്തോ കോവളമൊക്കെ പെട്ടെന്ന് പോലീസിന് അല്ലാത്തുണ്ടാക്കി കയറ്റാൻ പറ്റും. പക്ഷേ വർക്കല ബീച്ചിൽ ഇത് അങ്ങനെ പറ്റുന്നില്ല. എത്ര മെസ്സേജ് അയച്ചാലും എല്ലായിടത്തും അയക്കാം, പക്ഷേ അത് പ്രാബല്യത്തിൽ വരുന്നില്ല. അത് ഈ പോലീസിൻ്റെ കുറവും കൂടെയൊക്കെയാണ് എന്നാണെന്നൊക്കെ അവരും കൂടെ ഇങ്ങനെ വരുമ്പോൾ അത് ചെയ്താൽ പിന്നെ. പക്ഷേ അങ്ങ് വിദേശികളുണ്ട്, അവർ വന്ന് വെള്ളത്തിലിറങ്ങും. അപ്പോൾ പിന്നെ കൂടെ സ്വദേശികളിറങ്ങും. അങ്ങനത്തേതാണ്. இப்போ கடலில் இறங்கும் போது அலை வந்துருச்சு. லைஃப் கார்டு வந்து சேவ் பண்ணாங்க. அலையில் உள்ளார மாட்டிக்கிட்டு. தேங்க்யூ ஃபார் லைஃப். ஓகே, സർവീസ് குட் சர்வீஸ், சேவ் மை லைஃப். പാനിക് ആയിട്ടാണ് ഫ്രണ്ട്സോടെ കുളിച്ചിട്ടുണ്ട്. ഈറോഡ് നിന്ന് വന്ന പയ്യന്താ ഇവർ കൂടെ 2 ആനാ അവർക്ക് കൊഞ്ചം സ്വിമ്മിങ് തരും. ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ അവർ 2 പേർക്ക് സ്വിമ്മിങ് അറിയാം. ഈ അനിയന് സ്വിമ്മിങ് അറിഞ്ഞൂടാ. അപ്പോൾ ഡീപ്പിൽ പോയി ഇവൻ പാനിക്കായി. അവരെ ഒരുത്തം പിടിച്ചപ്പോൾ അവനെ പിടിച്ച് ഇവൻ താത്തതിന് ശേഷം പിന്നെ അടുത്തൊരു ഫോറിനേഴ്സ് വന്നു. ഫോറിനേഴ്സോടെ ഹെൽപ്പ് കിട്ടി. അവരെ പിടിച്ചെടുത്ത് ഞാൻ ലൈഫ് ബോട്ടിൽ പോയി, റെസ്ക്യൂ ബോട്ടിൽ പോയി. പക്ഷെ അത് കൊച്ചു പിള്ളേരാണ്, അറിയില്ല. മുംബൈയിൽ നിന്നൊക്കെ വരും. കടലിനകത്ത് ഇത്രയും അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള കാര്യം ഈ കുട്ടിയൊക്കെ ഒരു നിത്യം. കഴിഞ്ഞ 6 മാസത്തിനടുത്ത് വർക്കലയിൽ കാപ്പിൽ മുതൽ ആലിയിറക്കം വരെ ഒരു 24 പേരോളം ജീവൻ പോയി. അത് മധുരൈ സ്വദേശികളായ തമിഴ്നാട് പിള്ളേർ ബ്ലാക്ക് ബീച്ചിൽ പോയി. അതല്ലാതെ കാപ്പിൽ ബീച്ചിൽ പോയി. പിന്നെ ഒരു ഇംഗ്ലണ്ടുകാരനും ഒരു കൊല്ലത്തുള്ള ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇവിടെ പോയി. അതല്ലാതെ ഒരു റഷ്യക്കാരി ഇടവ പോയി. അങ്ങനെ കുറേ പേര് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനവും ലൈഫ് ഗാർഡിൻ്റെ എണ്ണം കുറവാണ്. നേരത്തെ ഈ ബീച്ചിൽ മാത്രം 12 പേരുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ 4 ഒരു സൂപ്പർവൈസർ 5 പേരാണ് ഈ ബീച്ചിൽ. നിർത്തിയിടന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഈ പിസിലടിച്ചാൽ ഈ പിസിലൊന്നിട്ടടിച്ചാൽ കേൾക്കത്തുമില്ല. ആൾക്കാർ നമ്മളെ റെസ്പോൺസിബിലിറ്റി ചെയ്യത്തുമില്ല. അപ്പോൾ നമുക്ക് അതിനോളം ജോലിഭാരവും കൂടുതലാണ്. നമ്മൾ ശമ്പളം 10 വർഷമായിട്ട് കൂട്ടിയും തരുന്നു. അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഓരോ ജീവൻ രക്ഷപ്പെടുത്തുമ്പോൾ നമുക്കൊരു സമാധാനം മനസ്സിനകത്തൊരു. ഇപ്പോൾ ഈ പയ്യനെ രക്ഷിക്കാൻ പറ്റിയ എനിക്കൊരു സന്തോഷമുണ്ട്. അത് എനിക്കൊരു കുടുംബമുണ്ട്. ഇവൻ്റെ പ്രായത്തിലുള്ള മക്കൾ എനിക്കുമുണ്ട്. എൻ്റെ മക്കൾ നാളെ എവിടെയെങ്കിലും പോയാൽ ആരെങ്കിലും ഇതുപോലെ രക്ഷിച്ചാൽ നമുക്കൊരു സമാധാനം. ആ ഒരു നിർമ്മിതി മാത്രമേ ഉള്ളൂ. കാര്യം ഇവന് പേരൻസ് ഉണ്ട്. എന്നെ പോലത്തെ ആൾക്കാർ ഇവനെ കെയർ ചെയ്ത് വീട്ടിൽ കാത്തിരിക്കും.
ഇവരിവിടെ വന്ന് എന്തെങ്കിലും അപകടത്തെ പറ്റി ആ രക്ഷിതാക്കൾ പലപ്പോഴും കരഞ്ഞുകൊണ്ട് ഇവിടെ വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ വർക്കലത്തെ കാര്യങ്ങൾ. എങ്ങനെയാണ് മുതൽ ഈ വർക്കലയുള്ളൊരു ഈ സഞ്ചാരികൾ എത്തുന്നതും അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞതാണ് സാറ്. പിന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ പല IT മേഖലയിൽ നിന്നുള്ള പിള്ളേർ ഇവർ വന്ന് യൂട്യൂബ് ചാനലിലൂടെയൊക്കെ പബ്ലിസിറ്റി ചെയ്തിട്ട് വർക്കല ഇപ്പോൾ കുട്ടി ഗോവ എന്നാണ് അറിയപ്പെടുന്നത്. മറ്റത് ആൾക്കാർ മൊത്തം ഗോവയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ വിദേശികളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടി ഗോവ എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ പബ്ലിസിറ്റി കൊടുത്തേക്കുന്നത്. അതായത് തലേന്ന് രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവർ കയറി ട്രെയിനിൽ കിടന്ന് ഉറക്കൊഴിക്കുമ്പോൾ ഒരു വർക്കല എത്തി. അവിടെ നിന്ന് നടന്നു വരാവുന്ന ദൂരമേ ഉണ്ട് വർക്കല ബീച്ച്. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യുന്നവരുണ്ട്, ഡേ ടൂറിന് വരുന്നവരുണ്ട്. കൂടുതലും തമിഴ്നാടും ബാംഗ്ലൂരും ഹൈദരാബാദ് ചെന്നൈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ ഈ ഹൈടെക് സിറ്റികളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പാണ് 10, 15, 20, 30, 40, 50. പിന്നെ കോളേജിൽ നിന്നൊക്കെ വരുന്ന 50, 60, 70 പിള്ളേരൊക്കെ ഉള്ള ഗ്രൂപ്പുകളുണ്ട്. ബസ്സിലൊക്കെ വരും. അവർ വന്നു കഴിഞ്ഞ് ചിലപ്പോൾ ഈ അവരെ കൂടെ വരുന്ന ഗാർഡിയൻസ് എന്ന് പറഞ്ഞ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് പലപ്പോഴും പ്രസൻറ്റിലുണ്ടാവും. പിള്ളേർ പല ഗ്രൂപ്പായിട്ട് ഇവിടെ വരും. അങ്ങനെ വന്നൊരു ടീമാണ് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ മധുരയിൽ നിന്ന് വന്ന ഒരു പയ്യ അവിടെ പോയത്. 30 പേരായിട്ട് വന്നൊരു ടീമിലാണ് ബ്ലാക്ക് ബീച്ചിൽ പോയത്. അപ്പോൾ ഈ ഒരു ഗാർഡിയൻ ഇല്ലാതെ വരുന്ന പിള്ളേർ, ഇതുപോലുള്ള പ്രായമുള്ള പിള്ളേരാകുമ്പോൾ അവർ പലപ്പോഴും നമ്മളെ ഇൻഫർമേഷനൊന്നും ഷെയർ ചെയ്യാറ്. പിന്നെ 10 ടൂറിസം പോലീസെങ്കിലും നേരത്തെ ചെയ്തത്, അല്ലെങ്കിൽ 8 പേരെങ്കിലും ഉണ്ടായിരുന്നു തോന്നുന്നു 2001, 2002 ഞാനൊക്കെ വന്ന് കയറുമ്പോൾ അവിടെ 7 പേരുണ്ടായിരുന്നു. ഇപ്പം 2 ടൂറിസം പോലീസാണ്. ശനിയും ഞായറൊക്കെ ഈ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഹെലിപ്പാഡിൻ്റെ അടുത്തൊക്കെ ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ അവരതും ക്ലിയർ ചെയ്യണം, ബീച്ചും ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ പണ്ട് ടൂറിസം പോലീസ് ബീച്ചിൽ നമ്മളോട് ഇവിടെ ഉണ്ടാകുമായിരുന്നു 7-8 പേരുള്ളത്. അപ്പോൾ അവരെ കാക്കി കാണുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ ചിലർ കയറി വരും. നമ്മൾ ലൈഫ് ഗാർഡ് വിളിച്ച ആരും കയറത്തില്ല. അപ്പോൾ പോലീസിനെ ഞാൻ കുറ്റം പറയല്ല, പക്ഷേ അവർ 2 പേരേ ഉള്ളൂ. ഈ എന്തെങ്കിലും ബ്ലോക്കും പ്രശ്നങ്ങളും വന്നാൽ അവർ ഓടി നടന്ന് അവിടെ ഇവിടെയൊക്കെ പോകണം. ഏത് പ്രശ്നം നടന്നാലും അവരാണ് അതിനൂടെ. അപ്പോൾ ആളിൻ്റെ കുറവെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും നമുക്ക് മക്കളും കുടുംബമുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് മാനസിക സമ്മർദ്ദത്തോടുകൂടെ ജോലി, ഈ പ്രായത്തിലൊക്കെ ടെൻഷൻ എടുത്തുകൊണ്ട് ജോലി ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതില്ല. ഇനി വേറൊരു ജോലി പോയി ചെയ്യാനും പറ്റും. ആ ഒരു കണ്ടീഷനിലാണ് ഇത്രയും വർഷമായിട്ട് 24 വർഷമായി ഞാൻ. എന്നെക്കാളും സീനിയറുണ്ട്. കുറേ പേര് 60 വയസ്സ് കഴിഞ്ഞ് പറഞ്ഞുകൊണ്ട് അതിന് പകരമൊന്നും പോസ്റ്റിംഗ് ആയിട്ടില്ല. ആളെ ഇന്നെടുക്കുന്ന ആളെ എടുക്കുന്നതിനുള്ള അല്ലാതെ നവംബർ പകുതിക്ക് മുമ്പേ ആളെ എടുക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഡിസംബർ കഴിഞ്ഞ് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആയി. ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പം നിലവിൽ ഡിസംബർ മുതൽ ഇവിടെ സീസൺ സമയമാണ്. നവംബർ മുതലേ സീസണായി. കാര്യം ഈ വെള്ളക്കാരിറങ്ങാത്ത ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ്. ഇവിടെ ലോക്കൽസിൻ്റെ ശല്യം ഉള്ളതുകൊണ്ടാണ് വൈറ്റ് പീപ്പിൾ ഇറങ്ങാത്ത. അവർ സൺബാത്തിനൊക്കെ വരുമ്പോൾ പിള്ളേർ പോയി ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളും അവർ ഡിസ്റ്റർബാണ്. അപ്പോൾ ആളില്ലാത്ത ഇതല്ലാത്ത കോടയം ബീച്ച്, മാന്ത്ര ബീച്ച്, ആലിയിറക്കം ബീച്ച് ഈ ഭാഗങ്ങളിൽ വെള്ളക്കാർ ക്വയറ്റാണ്. അവിടെ കുറച്ച് ആൾ കുറവാണ്, ലോക്കൽസ് കുറവാണ്. അങ്ങനെയുള്ള ബീച്ചുകളിൽ തന്നെ. വർക്കല ബീച്ചിലെ ലൈഫ് ഗാർഡുകളാണ് നമ്മളോട് പ്രശ്നങ്ങൾ പങ്കുവച്ചത്. ലൈഫ് ഗാർഡുകളുടെ ലൈഫ് തീരെ സുരക്ഷിതമല്ല എന്നുള്ളതാണ്. എന്തായാലും സർക്കാരും ടൂറിസം വകുപ്പും ഇവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഇതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനിവിടെ ചോദിക്കാൻ പൂർത്തിയാകുന്നു. നമസ്കാരം.